ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ മാനസയും വരുണും അതുപോലെ അനിരുദ്ധനും ആ പ്ലാൻ വർക്കൗട്ട് ആക്കാനായിട്ട് നിൽക്കുകയാട്ടോ ചെയ്യുന്നത്. കാരണം ഓണത്തിനിടയിൽ കൺമണിക്കിട്ടൊരു പണി കൊടുക്കണം എന്ന മട്ടിൽ. അതിനുശേഷം തന്നെ വീട്ടിൽ തന്നെ കാണിക്കുന്നുണ്ട് സാഗറിനെയും അതുപോലെ തന്നെ ചേച്ചിയമ്മയും സുജുവിനെയൊക്കെ കേട്ടോ കാണുന്നത്. ചേച്ചിയും പറയുന്നുണ്ട്, എന്താ അനിയൻകുട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കൃപ പറയുന്നത് അനുസരിക്കാതിരിക്കുകയായിരുന്നില്ലേ നല്ലത്? അവൾ പറയുന്നതിന് എല്ലാം തന്നെ എന്തിനാ അനുസരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും സാഗർ പറയുന്നുണ്ട്, കൃപ മോളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ, അവളിപ്പോൾ ഒരു രണ്ടാം ജന്മം ജനിച്ചു വന്നിരിക്കുകയല്ലേ, അവളുടെ ആരോഗ്യമല്ലേ, അവളുടെ സമാധാനമല്ലേ നമുക്ക് പ്രധാനം എന്ന് പറയുന്നു. അവൾ രണ്ടാം ജന്മോ എന്തൊക്കെയാണ് പറയുന്നത്? അവൾ ഒന്നാം ജന്മം തന്നെയാണ്. പിന്നെ എല്ലാത്തിനും ഇങ്ങനെ തുള്ളാൻ നിൽക്കേണ്ട, മനസ്സിലായോ? ആ കൺമണിയെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തുന്നത് എനിക്കൊട്ടും തന്നെ ഇഷ്ടമല്ല. അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം. എന്നിട്ട് പോലും നിങ്ങളത് അതിനെല്ലാം തന്നെ അനുവാദം മൂളിക്കൊടുക്കുക ചെയ്തത് എന്ന് പറയുന്നു. ഇത്തവണ ഓണത്തിനല്ലേ ചേച്ചിയമ്മേ, നമുക്ക് കൃപയ്ക്ക് വേണ്ടിയിട്ട് അതൊന്ന് സഹകരിച്ച് കൊടുക്കാമെന്ന് പറയുന്നു. ഇനിയിപ്പോൾ പറഞ്ഞു പോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്തെങ്കിലും വേണ്ടാത്തത് ഇവിടെ സംഭവിച്ചാൽ ഞാൻ എതിർത്ത് പറയും. ഇപ്പം തന്നെ അത് നിന്നോട് പറയുകയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയത്തിട്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും കൺമണി കൃഷ്ണയും അതുപോലെ കൃപയും കാണിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. കൃപയാണെങ്കിലോ ബലരാമനെ കാണാനായിട്ടൊരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. എന്തിനാ മോളെ നീ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നതെന്ന് കൃഷി ചോദിക്കുമ്പോൾ, അച്ഛൻ്റെ റിപ്പോർട്ട്സൊക്കെ ഒന്ന് കാണണം. അച്ഛനെന്താ അസുഖം എന്ന് അറിയണമല്ലോ എനിക്ക്, ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛന് ചെറുതായിട്ട് ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം വന്നതാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമല്ല. അതൊക്കെ ഏട്ടൻ പറയുന്നതല്ലേ, എനിക്ക് റിപ്പോർട്ട്സൊക്കെ കാണണം ഡോക്ടറുടെ കയ്യിൽ നിന്ന്. ഏട്ടൻ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോഴത്തേനും ബലരാമനോട് കോൺസ്റ്റബിൾ വന്ന് ചെന്ന് പറയുന്നുണ്ട്, ഒരു വിസിറ്റർ വന്നിട്ടുണ്ട്, അകത്തേക്ക് കയറി ചെല്ലാൻ വേണ്ടി പറയട്ടെ എന്ന് പറയുന്നു. ചെല്ലുന്ന സമയത്ത് തന്നെ കൃപയെ കാണുമ്പോഴത്തേനും ബലരാമൻ ആകെ ഞെട്ടുന്നുണ്ട്. നിങ്ങളെ ഒരിക്കലും കാണണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നത്, പക്ഷേ എനിക്ക് നിങ്ങളെ അവസാനമായിട്ടൊന്ന് കാണണമെന്നുണ്ട്. എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഞാൻ നിങ്ങളുടെ അനിയത്തി പോലെയല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അത് നിങ്ങളുടെ അച്ഛനും അമ്മയുടെ തുല്യമല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബലരാമനാണെങ്കിലോ കൃപയെ കാണുമ്പോഴത്തേനും വളരെയധികം വിഷമത്തോടു കൂടി നിൽക്കുക ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൃപ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നിങ്ങളുടെ മുഖം എനിക്ക് കാണണ്ട. ഇനി നിങ്ങളെ ഞാൻ ജയിലിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞത് നിങ്ങളോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ എന്നെ കൊല്ലാൻ വന്നു, അവൾ തന്നെ എനിക്ക് ജാമ്യം നേടിത്തന്നു, എന്നെ സുരക്ഷിതമാക്കി. അതിനു വേണ്ടി തന്നെയാണ് ആ കുറ്റബോധം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവണം. അതിനു വേണ്ടി തന്നെയാണ് ഞാനിങ്ങനെ കാണുന്നത്. നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും മൂത്ത മകനായിട്ടല്ലേ സങ്കല്പിച്ചത്. നിങ്ങളും അങ്ങോട്ട് അങ്ങനെയല്ലായിരുന്നു. പക്ഷെ നിങ്ങളൊരു ചെന്നായയുടെ കോലത്തിലാണ് എൻ്റെ അച്ഛനും അമ്മയുടെ മുന്നിലേക്ക് വന്നത്. അവരെ ഉപദ്രവിക്കാനായിട്ട് ഇനി അത് സമ്മതിക്കില്ല. ഇപ്പം നിങ്ങളുടെ ഏതോ ഒരു കുണ്ടയുടെ കത്തി കയറിയിട്ടാണല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ നെഞ്ചത്ത് ഞാനായിരിക്കും കത്തി വെക്കുന്നത്, അത് മനസ്സിലാക്കിക്കോ എന്ന് പറയുന്നുണ്ട്. മോളെ, നിന്നെ ഞാൻ അനിയത്തിയായിട്ട് കാണുന്നുണ്ട്. എന്നെ അനിയത്തിയായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ എങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇനി ഒരിക്കലും നിങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് കൃപ അവിടെ നിന്ന് മടങ്ങിപ്പോവുക കേട്ടോ. ഇനിയും കാണിക്കുന്നത് കൺമണിയുടെ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ കൃപയും കൂട്ടിക്കൊണ്ട് കൃഷി കൺമണിയുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോഴത്തേനും എല്ലാ അമ്മായിമാരും അച്ഛനും ഗോകുലും കൺമണി എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, മോളെ ആരോഗ്യമൊക്കെ സുഖമാണോ? എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുമോ? എനിക്കൊരു കുഴപ്പമില്ല അങ്കിളേ എന്ന് പറയുന്നുണ്ട് കൃപ. അതിനുശേഷം ഞങ്ങൾ എന്തിനാണെന്നറിയോ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്, അങ്ങനെ അമ്മായിമാർ പറയുന്നുണ്ട്. അമ്മായിമാരോട് പറയുന്നുണ്ട്, മുഖമൊക്കെ ഒന്ന് തിളങ്ങിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ നാളെ ഓഫീസിലേക്ക് ചാർജ് എടുക്കാൻ പോവല്ലേ, ബ്യൂട്ടി പാർലറൊക്കെ പോയി ഒന്ന് ഫേഷ്യലും ബ്ലീച്ചിങ്ങും ത്രെഡിങ്ങും ഒക്കെ ചെയ്തപ്പോൾ വളരെ സൗന്ദര്യം കൂടിയതായിരിക്കും എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ അങ്ങനെയായിരിക്കും. പിന്നെ കൺമണിയെ ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ഇത്തവണത്തെ ഓണം ഞങ്ങളുടെ വീട്ടിലാണ് ഗംഭീരമായിട്ട് ആഘോഷിക്കാം. കൺമണി ഞങ്ങളുടെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് തന്നെ വരണമെന്ന് പറയുന്നു. ഞാനിന്ന് വരുന്നില്ല. അതെന്താ കൺമണി അങ്ങനെ പറയുന്നത്? തീർച്ചയായും വരണം. എൻ്റെ അച്ഛൻ്റെ ജീവൻ, അമ്മയുടെ ജീവൻ, എൻ്റെ ജീവനൊക്കെ രക്ഷിച്ച കൺമണി പിന്നെ ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് തന്നെയല്ലേ. ഇതിൽ കൂടുതൽ വേറെ ആരെയും ഞങ്ങൾ വിളിക്കേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ക്രിസ്ത ഞാനില്ല എന്ന് പറയുമ്പോഴത്തേനും ഇത് എൻ്റെ അനുവാദത്തിൽ നടക്കുന്ന കാര്യമില്ല. കൃപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുക തന്നെ നിവർത്തിയുള്ളൂ. ഇതിൽ എനിക്കൊന്നും പറയാനില്ല എന്ന് കൃഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അപ്പം അച്ഛൻ പറയുന്നത്, ഇവരെല്ലാവരും വിളിച്ചതല്ലേ മോളെ എന്ന് ചെന്നതിന് ശേഷം തന്നെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും നീ അവിടെ സന്തോഷകരമായി നിൽക്കുമെന്ന് പറയുന്നു. അച്ഛാ പിന്നെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്തായാലും കൺമണി പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൺമണി അതിന് സമ്മതം മൂളുന്നു. അതിനുശേഷം തന്നെ ഓണാഘോഷ പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട് നിൽക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഗംഭീരമായിട്ട് തന്നെ
ഓണത്തിന് പുലിക്കളിയും എല്ലാം കൂടി തന്നെ അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് കൃപ പറയുന്നുണ്ട് നമ്മുടെ ചീഫ് ഗസ്റ്റ് മാവേലി ആയിട്ട് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ മാവേലിയും കൂട്ടിയിട്ട് നമ്മുടെ കൺമണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതെല്ലാം ഹേമയ്ക്കും സുജുവിനും മാനസയ്ക്കും അതുപോലെ തന്നെ ആൻറ്റിമിക്കൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരുടെ മുഖം വളരെയധികം ദേഷ്യത്തോടു കൂടി നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അതിനുശേഷം തന്നെ കൺമണിയാണെങ്കിലും എല്ലാവരുടെ മുന്നിൽ ഒരു നല്ല അടിപൊളിയായിട്ട് തന്നെ ഡ്രസ്സോട് കൂടി തന്നെ വരുന്നുണ്ട്. എല്ലാവർക്കും കാണുന്നതോടുകൂടി അസൂയാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് മാനസയ്ക്ക്. അങ്ങനെ കൃഷിൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നുണ്ട് കേട്ടോ കൃപ കൺമണിയെ. എന്നിട്ട് രണ്ടുപേരും കൂടി ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ സുജുവിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഇതെല്ലാം കൊണ്ട് ഇപ്പോൾ എല്ലാം പൊട്ടിത്തെറിക്കും എന്നുള്ള ഉറപ്പാണ്. എന്തൊക്കെയോ സംഭവിക്കാനായിട്ട് പോകുന്നു എന്ന മട്ടിൽ തന്നെയാണ് സുജു നിൽക്കുന്നത്. അതിനുശേഷം തന്നെ പിന്നെ മാനസയ്ക്കാണെങ്കിലോ മനസ്സ് എന്തോ അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കൺമണിയുടെ കെണിയിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത നീക്കം മനസ്സ് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും വരുണിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അറിയിക്കുന്നു. ഇവിടെ ഓണാഘോഷമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. കുറച്ച് കഴിഞ്ഞാൽ ആ ബോംബ് പൊട്ടിയിരിക്കും. ആ സമയം ഞാൻ വരുണിനെ വിളിക്കും. വിളിച്ചതിന് ശേഷം വരുണ് കൺമണിയുടെ വീട്ടിലേക്ക് പോകണം, അവൾ അങ്ങോട്ട് വരും എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും അലിഗയിൽ നിന്നും അവൾ ഇന്നത്തോടുകൂടി പുറത്താണ്, എല്ലാവരും അവളെ വെറുക്കപ്പെട്ടവളാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തവണത്തെ ഓണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാനസെ. കാരണം മാനസ വിചാരിച്ച എല്ലാം നടക്കും. ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് മാനസ തന്നെയല്ലേ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ മാവേലി തമ്പുരാനെ കണ്ടിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഉള്ളതുകൊണ്ടല്ലേ ഇന്നിവിടെ ഈ ബോംബ് പൊട്ടാനായിട്ട് പോകുന്നത് ഈ ഒരു ദിവസം. എന്തായാലും അവൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരണം, എന്നിട്ട് എനിക്ക് സന്തോഷമുള്ളൂ. എല്ലാ ഓണത്തിനേക്കാളും ഈ ഓണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ള രീതിയിലൊക്കെ വരുൺ സംസാരിക്കുന്നു. എന്തായാലും പെട്ടെന്നാവട്ടെ കാര്യങ്ങൾ. എന്തായാലും മാനസയുടെ കോള് കാണാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിൽ അവരോട് പറയുന്നുണ്ട്. എന്തോ വലിയൊരു ബോംബാട്ട പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മാനസയും വരുണൊക്കെ തയ്യാറായി നിൽക്കുന്നത്. എന്തായാലും കൺമണിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്ക് പ്രമോ വിശേഷങ്ങളിലൂടെ കാണാം കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമോ ആയിട്ട് നമുക്ക് വൈകിട്ട്